ഹലോ മഷന്മാരെ, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ആപ്പിൾ അലക്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ കൊമ്പൻ കാണാൻ വേണ്ടി ധാരാവിലേക്ക് പോയിരുന്നു. അതായത് പുലിയെ കാണാൻ പുലിമടയിൽ പോകണമെന്നല്ലേ നമ്മൾ പറയുന്നത്. അതുപോലെ കൊമ്പൻ കാണാൻ വേണ്ടി നമ്മൾ ധാരാവി പോയി ഫുൾ റിവ്യൂ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് അവിടെ നിൽക്കുമ്പോഴാണ് ഗൈസ് അവിടെ ഞങ്ങൾ കയറി ചെന്ന സമയം നട്ടുച്ചയായിരുന്നു. ഒന്നാമത്തെ പണി ഞാനാണെങ്കിൽ വിയർത്ത് കുളിച്ച് ഒലിച്ച് നിൽക്കുന്നൊരവസ്ഥ. ആ ഒരു ലെവലിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടത് മനസ്സിലാവും. ആ ഒരു പോരായ്മ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കാം. രണ്ടാമത് കിട്ടിയ പണിയെന്ന് വെച്ചാൽ നമ്മൾ ദീപു ചേട്ടനോട് കൊമ്പൻ്റെ 6ാമത്തെ ബസ്സിൻ്റെ കാര്യം ചോദിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ദീപു ചേട്ടൻ ജോലി ആവശ്യത്തിന് വേണ്ടി ഒമാനി പോയതുകൊണ്ട് ആ ചേട്ടനോട് ഇൻ്റർവ്യൂ ചെയ്യാനും നമുക്ക് പറ്റിയില്ല. നമ്മൾ വിട്ടുകളയുമോ? നമ്മൾ ദീപു ചേട്ടനെ ലൈവായിട്ട് വീഡിയോ കോൾ ചെയ്ത് നമ്മൾ 6ാമത്തെ ബസ്സിൻ്റെ ഫുൾ ഡീറ്റെയിലും എപ്പോൾ ഇറങ്ങുന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു ഛേദമില്ലാത്ത ഉപകാരമാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോരായ്മ ഒരു വിയർത്ത് കുളിച്ച അവസ്ഥയിൽ ഷൂട്ട് ചെയ്തപ്പോൾ ആ ഒരു പോരായ്മയൊക്കെ ഒന്ന് ക്ഷമിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. Drunk and tipsy in the shop, cow and curry on the house, vibing with the nut, bomb tripping on a kuttu paattu. In the shop, tripping in boontu, vibing with the thing, chilling with the jungle. മഷന്മാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂരിലെ കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാരക്കാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗൈസ് കൊമ്പൻ ഹോളിഡേയ്സിൻ്റെ കൊമ്പൻ പാർക്കിംഗ് ഏരിയയാണ്. ഈ കൊമ്പൻ ബസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. കാരണം ഈ ഒരു പാർക്കിംഗ് ഏരിയ വിളിക്കുന്ന പേരാണ് ഗൈസ് അധോലോകമല്ലോ ധാരാവി. ബസ് പാർക്ക് ചെയ്യുന്ന ഒരു ഇടം, അത് മാത്രമാണ് ഗൈസ് ഈ ഒരു സ്ഥലം. പക്ഷേ ഈ ഒരു സ്ഥലത്തിനെ ധാരാവി എന്നാണ് ആൾക്കാർ വിളിക്കുന്നത്. കാരണം ഇതിന് അങ്ങനെ ഒരു പേരാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഒരു ബസ് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തിന് ധാരാവി എന്നൊരു മാസീവ് പേര് കൊടുത്തൊരു ഇൻട്രോ കൊടുക്കണമെങ്കിൽ ആ ബസ് ഒരു ചെറിയ പുള്ളിയല്ലെന്ന്. കാരണം കേരളത്തിലെ ഇത്രയും അധികം ഫാൻസ് ഉള്ള ഒരു ബസ്സുകളിൽ ഒരു ബസ്സാണ് ഗൈസ് കൊമ്പൻ. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കുവാണെങ്കിൽ ഇവരുടെ ഫാൻസിനെയും ഇവരുടെ ഫോളോവേഴ്സിനെയും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിന്ന് ഈ കൊമ്പൻ്റെ ഓരോ ബസ്സിനെയും റിവ്യൂ ചെയ്ത് അകത്ത് കയറി ഫുള്ളാണ് നോക്കുന്നത്. അപ്പോൾ കൊമ്പൻ്റെ പുതിയ ബസ്സിൻ്റെ വിശേഷങ്ങളും അതുമാത്രമല്ല നമ്മൾ ലോക്ക്ഡൗൺ വിശേഷങ്ങളും നോക്കുന്നത്. അത് നമുക്ക് നേരെ അകത്തേക്ക്. ഗൈസ്, അപ്പോൾ ലോക്ക്ഡൗൺ മുമ്പ് നിങ്ങൾ വന്നായിരുന്നെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് ഗൈസ്. അപ്പോൾ അത്രയ്ക്ക് ആൾക്കാർ ഈ വണ്ടിയെ കാണാനും വണ്ടിയെക്കുറിച്ച് അറിയാനും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ധാരാവി എന്ന് പറയുന്ന ഈ സ്ഥലം തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസിന് തുല്യമാണ് ഗൈസ്. അപ്പോൾ ഈ കൊമ്പനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ആനപ്രാന്തനെ വണ്ടിപ്രാന്തനാക്കി മാറ്റിയ കഥയാണ് ഗൈസ് ഈ കൊമ്പനുള്ളത്. അതായത് നമ്മുടെ സ്വന്തം ദീപു ചേട്ടന് കുറേ പൈസ സമ്പാദിച്ച് ഒരു ആനയെ വാങ്ങണമെന്ന് ആഗ്രഹമായിരുന്നു. ഒരു കട്ട ആനപ്രാന്തനായിരുന്നു. അങ്ങനെ പൈസ സമ്പാദിച്ച് ആനയെ വാങ്ങാൻ പോയപ്പോൾ വീട്ടുകാർ പറഞ്ഞു നിങ്ങൾ ആനയെ വാങ്ങണ്ട, കാരണം ചിലവ് നോക്കാനുള്ള മെയിൻ്റെനൻസ് കോസ്റ്റൊക്കെ ഭയങ്കര നോക്കി പരിപാടികൾ ചിലവ് കൂടുതലായതുകൊണ്ട് വാങ്ങണ്ട എന്ന് പറഞ്ഞു. വീട്ടുകാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആനയ്ക്ക് പകരം ഒരു വണ്ടി എടുത്തു. വണ്ടിക്ക് ആനകളുടെ പേരായ കൊമ്പൻ എന്നൊരു പേരും നൽകി. ഇന്ന് ആ ഒരു വണ്ടി കേരളത്തിലെ തന്നെ നമ്പർ 1 വണ്ടികളിൽ ഒന്നായി മാറി. അപ്പോൾ കൊമ്പൻ്റെ പുറയിൽ ഇങ്ങനൊരു സീക്രട്ട് ബിഹൈൻഡ് സ്റ്റോറി ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ വണ്ടികളും ഇങ്ങനെ സ്പെക്കായിട്ട് നോക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നമ്മൾ ദീപു ചേട്ടനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം. ദീപു ചേട്ടനാണ് ഇതിൻ്റെ എല്ലാം. അപ്പോൾ ദീപു ചേട്ടൻ പക്ഷേ ജോലി ആവശ്യത്തിനായിട്ട് ഒമാനിലേക്ക് പോയേക്കുവാണ്. അപ്പോൾ നമുക്ക് ചേട്ടനെ കാണാൻ പറ്റത്തില്ല. എന്നിരുന്നാലും നമുക്ക് പുള്ളി ഒന്ന് വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ വരും നമ്മുടെ പുതിയ കൊമ്പൻ്റെ 6ാമത്തെ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. അതിന് മുമ്പ് നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഗൈസ്. ഇത് കൊമ്പൻ അധോലോകം. ഈ വണ്ടി 2018 ഇവിടെ ഒന്ന് ചേരുന്നത്. പക്ഷേ ഇതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അത് 2014 മോഡൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തതാണ്. നമുക്കിനി അടുത്ത വണ്ടി നോക്കാം. കൊമ്പൻ്റെ 2ാമത്തെ വണ്ടിയാണ് കാളിയൻ. ഈ വണ്ടി സെക്കൻഡ് അല്ല, നമ്മളെ വണ്ടി ഫസ്റ്റ് ഹാൻഡ് ചേസ് എടുത്ത് നമ്മൾ ചെയ്ത് പണിയിപ്പിച്ച വണ്ടിയാണ്. ഇതിൻ്റെ വിജയത്തിന് ശേഷമാണ് നമ്മൾ അടുത്ത വണ്ടി എടുത്തത്. കൊമ്പൻ്റെ അടുത്ത വണ്ടിയാണ് ഗൈസ് യോദ്ധാവം. ഇതും 2019 വണ്ടിയാണ്. ഇതും ചേസ് എടുത്ത് ചെയ്ത് പുത്തൻ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു 3 വണ്ടിയുടെ വിജയത്തിന് ശേഷം ഒരു 4ാം വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ കളർ ബ്ലാക്ക് ആണ്. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയായിരുന്നു. ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്, ദാവൂദ്. പക്ഷേ ഇത് സൗണ്ട് വർക്കിന് വേണ്ടി പുറത്ത് പോയേക്കുവാണ്. ഇപ്പോൾ അത് വരത്തില്ല. നമുക്കിനി 5ാമത്തെ വണ്ടിയിലേക്ക് നോക്കാം. പക്ഷേ 5ാമത്തെ വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു. അത് ചേസ് മോഡിഫൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും ആ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്ന ഒരു റയർ വണ്ടിയാണ്. ഇതിനും നല്ലപോലെ ഫാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ബോംബെക്കും ദാവൂദിനുമാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ബുക്കിങ്ങും ഉള്ളത്. അപ്പോൾ ആ ഒരു ലുക്കും ആ ഒരു പൗരുഷവും തന്നെയാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്.
ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കൊമ്പൻ്റെ 5 വണ്ടിക്കുള്ള ഫാൻസിനെ പോലെ തന്നെ അവിടെ ഒരു ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ് ഈ മാറ്റ് ബോംബ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മഹേന്ദ്ര താർ മോഡലാണ്. ഇത് കട്ട മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കിയ വണ്ടിയാണ്. അപ്പോൾ കൊമ്പനുള്ള 5 ബസ്സിന് കിട്ടുന്ന അതേ ഫാൻസ് ഈ മാറ്റ് ബോംബ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഈ ഒരു ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന വണ്ടിക്കും ഉണ്ട്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്കും കൂടെ നോക്കിയിട്ട് നമുക്ക് ചേട്ടൻ്റെ വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ, ഹായ് ചേട്ടാ, എന്നാ ഉണ്ട്? ആണോ, ഞങ്ങൾ ചേട്ടനെ കാണാനും കൂടി ഇത് കാണാനും കൂടെ വേണം ഇപ്പം ഇങ്ങോട്ട് വന്നേ. ഉള്ളല്ലേ? ഇപ്പൊ ചേട്ടൻ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ഒമാനിലല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ പുതിയ ബസ്സിന്റെ കാര്യമൊക്കെ അങ്ങനെ വല്ലതും? പുതിയ ബസ്സിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണയുടെ കാര്യം തീർന്നിട്ട് നമ്മുടെ ഉള്ള വണ്ടി ഒന്ന് റോഡിൽ ഇറങ്ങിയാല് ഒരു കോൺഫിഡൻസ് ആയാലും വണ്ടി ഒന്ന് ഇറക്കാൻ. എന്തായാലും പ്രശ്നം തീരുമ്പം, കൊറോണ തീരുമ്പം തീർച്ചയായിട്ടും ബിസിനസ് എല്ലാം നോർമൽ ആവും. അപ്പൊ തീർച്ചയായിട്ടും വണ്ടി പുതിയത് വരും, അത് ഉറപ്പാണല്ലേ? ഓക്കെ, അപ്പം കുമ്പം ഫാൻസ് എല്ലാം ഒരു വലിയ സന്തോഷമായിരിക്കും. പിന്നെ ഇപ്പം ചേട്ടൻ പൊക്കോണ്ടിരിക്കണോ? മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശരിയാണ്. ഓക്കെ ഓക്കെ. അല്ലല്ല, പറഞ്ഞു സംസാരിച്ചു. മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയെങ്കിലല്ലേ നമുക്ക് വണ്ടി ഇറക്കാനും ബിസിനസ് ചെയ്യാനും തോന്നുള്ളൂ. ഓക്കെ ഏട്ടാ, ഞാൻ കൂടി ഇത്ര സംസാരിച്ച ഭയങ്കര നന്ദിയുണ്ട്. എടാ, ഇതെടുത്ത് നീ യൂട്യൂബിൽ ഉറപ്പിക്കുവോ? ലിങ്ക് എന്താ അയച്ചു തന്നേക്കാം ചെയ്തിട്ട്. എടാ, പുറത്തു വന്നതിന് മുമ്പ് കാണിക്കണം. ഓക്കെ ഏട്ടാ, താങ്ക്സ്. ഈ കൊമ്പൻ്റെ ഈ ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ വന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഫോട്ടോ എടുക്കാനാണ്, ഈ കൊമ്പൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അത്രയേറെ ഫാൻസ് ഉള്ള പേജാണ്. നിങ്ങൾ സംശയം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിൽ ഐ ഡി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കൊച്ചു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് ആപ്പിൾ അലക്സ് സൈനിങ് ഔട്ട്.